ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധനാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ വീണ്ടും അറിയിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ, എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പി. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തും കൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. ഇവിടെ പ്രാർത്ഥനയുടെ ഒരു മറുപടി എന്നതിനോടുള്ള ബന്ധത്തിലാണ് ഈ വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉടനടി മറുപടി ലഭിച്ചില്ല എന്ന് വരും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ ആ ഉപമയിലും അതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് അതിന് മറുപടി ഇല്ലാതെ പോവുകയില്ല. ഇവിടെ യാക്കോബും പറയുന്നത് കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പീൻ എന്നാണ്. മറ്റൊരു കാര്യം അവിടെ പറയുന്നത്, അന്ന് ഇസ്രായേലിൽ അവർ കൃഷിയെ ആശ്രയിക്കുന്ന മുൻമഴയുടെയും പിന്മഴയുടെയും അനുഭവം കൂടി ചേർത്താണ് താൻ അത് അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങളിൽ അല്പം വെയിറ്റ് ചെയ്യുവാൻ കഴിയാത്തതിന്റെ പശ്ചാത്തലത്തിൽ എടുത്തു ചാടിയും മറ്റുമൊക്കെ ചില പ്രവർത്തനങ്ങൾ മനുഷ്യൻ ചെയ്യാറുണ്ട്. എന്നാൽ പിന്നെ അത് വലിയ പരാജയത്തിലേക്ക് കൂപ്പുകുത്തി വീഴുന്ന അനുഭവമാണ് കാണുവാൻ കഴിയുന്നത്. ചിലപ്പോൾ അല്പം കൂടി പ്രാർത്ഥിച്ച് ദൈവഹിതമാണോ ഈ കാര്യങ്ങൾ എന്ന് മനുഷ്യൻ പലപ്പോഴും ദൈവത്തോട് ആലോചന ചോദിക്കാറ്. ഒരു വിവാഹമാകട്ടെ, ഒരു ജോലിയാകട്ടെ, അല്ലെങ്കിൽ ഒരു വൈദേശിക യാത്രയാകട്ടെ, ഈവൻ കർത്തൃവേലയാകട്ടെ, ഇവിടെയൊക്കെ അല്പം ദീർഘക്ഷമയോടെ ഇരിക്കുവാൻ കഴിയാതെ മനുഷ്യന്റെ പദ്ധതികളും മനുഷ്യന്റെ പ്ലാനുകളും അനുസരിച്ച് അവൻ കാര്യങ്ങൾ കൊണ്ടുപോകുവാനായിട്ട് നോക്കുമ്പോൾ വലിയ തിക്ത ഫലങ്ങളാണ് അവിടെയൊക്കെ അവൻ അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ യാക്കോബ് ഈ കാര്യങ്ങൾ വളരെ ശക്തമായി ഓർമ്മപ്പെടുത്തുന്നത്. അല്പം നമുക്ക് ദീർഘക്ഷമയോടെ ഇരിക്കുവാൻ കഴിഞ്ഞാൽ ദൈവത്തിന്റെ തക്ക സമയത്ത് ദൈവം എല്ലാം നന്നായി ചെയ്യുന്ന ദൈവമാണ്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിക്കുക എന്നുള്ളതാണ്. അല്പം വിനയത്തോടും അല്പം താഴ്മയോടും സമാധാനത്തോടും ഒക്കെ നാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ഒരുപക്ഷെങ്കിൽ ശത്രു കൊണ്ടുവരുന്ന എതിരായ ചില പദ്ധതികൾ ഉണ്ടാകാം. ചിലപ്പോൾ ശത്രു ചിലത് നല്ലതെന്ന് തോന്നിപ്പിച്ചു കൊണ്ടുവരാം. എന്നാൽ ഇതെല്ലാം മാറ്റിമറിച്ച് ദൈവം തന്റെ പദ്ധതി തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തക്ക സമയത്ത് ദൈവം വഴി തുറക്കും. അതവർക്ക് അനുഗ്രഹമായിരിക്കും. അതെ പ്രിയമുള്ളവരെ, അപ്രകാരം നമുക്ക് അല്പം ദൈവഹിതത്തിനായി ഓരോ കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നത്, അവിടെ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം സ്ഥിരമായിരിക്കുവിൻ, കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു എന്നാണ്. അഥവാ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ കൂടിയാണ് ആ കാര്യങ്ങൾ അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. മർമ്മപ്രധാനമായ വിഷയം ഈ ലോകമല്ല, ഒരു നിത്യമായ ജീവിതമാണ് എന്നുകൂടെ അവിടെ ഓർമ്മപ്പെടുത്തുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതെ, ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവത്തിന്റെ ആലോചന പ്രകാരം ഏൽപ്പിച്ചു കൊടുത്ത്
നമുക്ക് മുന്നേറാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. പെന്തക്കോസ്താനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നെഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നെഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പെന്തക്കോസ്താനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുകാൻ. മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുകാൻ. നീന്തിയില്ലാത്ത കടപ്പാൻ വയ്യാത്ത നീറുറവയിന്ന് തുറക്കനാഥ. നീന്തിയിട്ടില്ലാത്ത കടപ്പാൻ വയ്യാത്ത നീറുറവയിന്ന് തുറക്കനാഥ. പെന്തക്കോസ്താനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. ചലിക്കുന്ന